ഒരു മാസം മുൻപാണ് സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന വാർത്ത വൈറലായി പ്രചരിച്ചത്. സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബിൽ കളിക്കുന്ന റൊണാൾഡോ പരമ്പരാഗത അറബ് വേഷം ധരിച്ചുള്ള ചിത്രങ്ങളും മുസ്ലിം അഭിവാദ്യം ചെയ്യുന്ന വീഡിയോകളുമാണ് അന്ന് വാർത്തയ്ക്കൊപ്പം വ്യാപകമായി പ്രചരിച്ചത്. റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന അടിക്കുറിപ്പോടെ വന്ന ഈ വാർത്ത ആഗോളതലത്തിൽ തന്നെ വൻ ജനശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ പിന്നാലെ ചിത്രത്തിലുള്ളത് ക്രിസ്ത്യാനോ അല്ലെന്നുള്ള സത്യം മാധ്യമങ്ങളിലെ ഫാക്ട് ചെക്ക് വിഭാഗം പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതേ തരത്തിലുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ ഉറവിടമില്ലാത്ത റിപ്പോർട്ടല്ല പുറത്തുവന്നിരിക്കുന്നതെന്ന വ്യത്യാസമുണ്ട്. സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് അൽ നസറിന്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ആവട്ടെ അദ്ദേഹത്തിന്റെ സഹതാരമാണ്. ഒരു അറബ് ടിവി ഷോയിൽ അൽ നസറിന്റെ മുൻ ഗോൾ കീപ്പറായിരുന്ന വലീദ് അബ്ദുള്ളയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. മതം മാറ്റത്തെക്കുറിച്ച് റൊണാൾഡോയുമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അതിന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നുമാണ് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റൊണാൾഡോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചു. ഒരിക്കൽ ഗോൾ നേടിയ ശേഷം അദ്ദേഹം മൈതാനത്ത് സുജൂദ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരാൻ അദ്ദേഹം സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടെന്നുമായിരുന്നു വലീദിന്റെ വാക്കുകൾ. റയൽ മാഡ്രിഡിലെ അദ്ദേഹത്തിന്റെ മുൻ സഹതാരങ്ങളായിരുന്ന കരീം ബെൻസേമയും മെസ്യൂട്ട് ഓസിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും വലീദ് പറയുന്നുണ്ട്. പ്രാർത്ഥനാ സമയത്ത് പരിശീലനം നിർത്തിവെക്കാൻ കോച്ചിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം പ്രായം 39 പിന്നിട്ടെങ്കിലും ഇപ്പോഴും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ 2022 ജനുവരി മുതലാണ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസർ എഫ്സിക്കായി ബൂട്ടണിഞ്ഞത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കരാർ പരസ്പര ധാരണയോടെ അവസാനിപ്പിച്ചാണ് ക്രിസ്ത്യാനോ സൗദി പ്രോ ലീഗ് ക്ലബ്ബിലേക്ക് ചേക്കേറിയത്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലമാണ് റൊണാൾഡോയ്ക്ക് സൗദിയിൽ ലഭിക്കുന്നത്. അൽ നസറിൽ എത്തിയത് മുതൽ സ്വപ്ന ഫോമിലുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. കഴിഞ്ഞ സീസണിൽ പല ഗോൾ റെക്കോർഡുകളും അവിടെ റൊണാൾഡോ സ്വന്തമാക്കിയിരുന്നു. 2.5 വർഷ കരാറാണ് ക്രിസ്ത്യാനോ അൽ നസറുമായി ഒപ്പുവച്ചിരുന്നത്. ഈ കരാർ 2025 ജൂണോടെ അവസാനിക്കുകയാണ്. 2024-25 സീസണിൽ അൽ നസറിനായി കളിച്ച 16 മത്സരങ്ങളിൽ 11 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് ക്രിസ്ത്യാനോ നേടിയത്. അൽ നസറിനായി ആകെ 80 കളികളിലാണ് ക്രിസ്ത്യാനോ കളിച്ചിട്ടുള്ളത്. ഇതിൽ 69 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് താരം നേടിയത്. അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കാനായി ക്ലബ്ബുകൾ രംഗത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തെ സ്വന്തമാക്കാനായി എത്തിയിരിക്കുന്നതാവട്ടെ വിഖ്യാത പരിശീലകനായ ഹൊസെ മൗറീഞ്ഞോയാണ്. നിലവിൽ തുർക്കി ക്ലബ്ബായ ഫെനർബാഷെയുടെ പരിശീലകനാണ് മൗറീഞ്ഞോ. ക്രിസ്ത്യാനോയോട് ഫെനർബാഷയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ എന്ന് മൗറീഞ്ഞോ ചോദിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ക്രിസ്ത്യാനോയും ഫെനർബാഷയുമായി ബന്ധപ്പെടുത്തി ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടെ താരം അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ചൂണ്ടിക്കാട്ടി ആരാധകരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇത്തരം ചർച്ചകൾക്കിടെയാണ് താരത്തിന്റെ വ്യക്തിപരമായ വിഷയം ചർച്ചയിൽ വന്നത്. സഹതാരങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനത്തോടെ കണ്ടതാണോ അതോ മതമാറ്റത്തിനുള്ള പാതയിലാണോ എന്ന് താരം തന്നെ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം.